വലിയ തിരക്കുള്ള പ്രദേശമാണ് ലാൽ കില. വലിയ തോതിൽ കച്ചവടക്കാരും ജനങ്ങളും ഒക്കെ വൈകിട്ട് ഷോപ്പിങ്ങിനും മറ്റുമായിട്ട് വലിയ തോതിൽ എത്തുന്ന ഒരു പ്രദേശമാണ്. അവിടെ തന്നെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വിഷ്ണു. ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ലാൽ കില, റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ ഏറ്റവും തിരക്കേറിയ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല തന്നെയാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. മൂന്നോളം കാറുകൾക്കാണ് തീ പിടിക്കുന്നത്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ 2 കാറുകളാണ് പൊട്ടിത്തെറിച്ചത്. 2 കാറുകൾ പൊട്ടിത്തെറിച്ചു. മറ്റ് കാറുകളിലേക്ക് തീ പടരുകയാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഒരു മരണം ഉണ്ടായി. ഒരേ സമയത്ത് 2 കാറുകളിൽ സ്ഫോടനം ഉണ്ടായി എന്നാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനു, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 2 കാറുകളിലാണ് സ്ഫോടനം ഉണ്ടായത് എന്ന റിപ്പോർട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ഒരാൾ മരിച്ചു എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ തലത്തിലുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം അത്രത്തോളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് അവിടെ മാർക്കറ്റുകൾ അടക്കമുണ്ട്. അത്തരത്തിൽ വലിയ തലത്തിൽ ജനപ്രവാഹമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ എത്ര പേർക്ക് പരിക്കേറ്റു, അതിന്റെ ഒരു വ്യാപ്തി ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ഇപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആളി കത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? മനു, തീർച്ചയായിട്ടും ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ദില്ലി പോലീസ് അടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്താണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിന് കാരണമെന്നതടക്കം വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു പ്രാധാന്യമുള്ള സുരക്ഷാ മേഖല കൂടിയാണ്. ഏറ്റവും അതീവ സുരക്ഷാ മേഖലയാണല്ലോ. രാജ്യതലസ്ഥാനം തന്നെ അതീവ സുരക്ഷാ മേഖലയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ സ്ഫോടനം നടക്കുക എന്ന് പറയുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. സുരക്ഷാ കാര്യങ്ങളിൽ ആശങ്ക വരുന്നുണ്ട്, ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇത്രത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം സുരക്ഷാ വലയത്തിലുള്ള ഒരു മേഖലയിൽ ഈ തരത്തിലൊരു സ്ഫോടനം എങ്ങനെ നടന്നു എന്നതിലടക്കം വലിയ ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം ഇപ്പോൾ തന്നെ വലിയ തലത്തിലുള്ള ജനക്കൂട്ടം മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് അത്രത്തോളം ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അവിടെ വലിയ തലത്തിലുള്ള തിക്കും തിരക്കും തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും അതൊക്കെ തന്നെ ദില്ലി പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് ഡൽഹിയെ സംബന്ധിച്ച് വലിയ തലത്തിൽ സ്ഫോടക വസ്തു ശേഖരം ഇന്ന് രാവിലെ പിടികൂടിയിരുന്നു. അത് ഹൈദരാബാദിൽ നിന്നാണ്. അത്തരത്തിൽ 350 കിലോഗ്രാം RDX ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇന്ന് രാവിലെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നത്. എന്തായാലും അത്തരത്തിലൊരു വലിയൊരു സ്ഫോടക വസ്തു പിടികൂടിയതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടു കൂടിയൊരു സ്ഫോടനം റെഡ് ഫോർട്ടിന്റെ മുന്നിൽ, അതായത് ചെങ്കോട്ടയുടെ മുന്നിൽ, മെട്രോ ഗേറ്റ് 1 മുന്നിൽ ഇപ്പോൾ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. മനു, തീർച്ചയായും അതാണ് വിഷ്ണുവിന്റെ ഏറ്റവും ആശങ്ക. അവിടെ 300 കിലോ RDX പിടികൂടുന്നു, AK-47 തോക്ക് പിടികൂടുന്നു. അങ്ങനെ ഏറ്റവും ഗൗരവതരമായ ഒരു സംഭവം രാവിലെ ഉണ്ടാകുന്നു. ഇതാ വൈകുന്നേരമാകുമ്പോഴേക്കും നഗരത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടത്ത് സ്ഫോടനം സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ രാജ്യതലസ്ഥാനത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്ക ഉയർത്തുന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയരുകയാണ്. വിഷ്ണു, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ 2 കാറുകളിൽ സ്ഫോടനം ഉണ്ടാകുന്നു. അത് ചുറ്റുപാട് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളിലേക്ക് തീ പടരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ആദ്യം 1-2 എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടത്. എന്നാൽ ഇപ്പോൾ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടുകയാണോ വിഷ്ണു?
മനു, തീർച്ചയായിട്ടും അപകടത്തിന്റെ വ്യാപ്തി കൂടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 2 കാറുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. 2 കാറുകളിൽ സ്ഫോടനം ഉണ്ടാവുകയും സമീപമുള്ള കാറുകളിലേക്ക് തീ പടരുകയുമാണ് ഉണ്ടായത് എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം ദൃക്സാക്ഷികളടക്കം പറയുന്നത് ഉഗ്ര ശബ്ദത്തോടെയുള്ള സ്ഫോടനമാണ് ഉണ്ടായത് എന്ന ദൃക്സാക്ഷികളടക്കം പറയുന്നുണ്ട്. നിലവിൽ പരിക്കേറ്റവരുടെ എണ്ണം കൂടുന്നുമുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കാരണം ഈ റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ചെങ്കോട്ട എന്ന് പറയുന്നത് അത്രത്തോളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ വലിയ തലത്തിലുള്ള മാർക്കറ്റുകളുണ്ട്, വലിയ തലത്തിൽ വ്യാപാരമടക്കം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റെഡ് ഫോർട്ട്, ലാൽക്കില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ വലിയ തലത്തിലുള്ള ആളുകൾ ഈ പ്രദേശത്തൊക്കെ തന്നെയുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. അതാണ് ഇതിന്റെ ഒരു വ്യാപ്തി വർദ്ധിക്കാനായിട്ടുള്ള ഒരു കാരണം. എന്തായാലും നിലവിൽ എത്ര പേർക്ക് പരിക്കേറ്റു ഒരു വിവരം കൃത്യമായി പുറത്തു വന്നിട്ടില്ല.